തിരക്കൊക്കെ കഴിഞ്ഞെങ്കിൽ വായ ഒരു കൂട്ടം കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, ഇതങ്ങ് കേരളം അല്ല, ഇങ്ങ് പഞ്ചാബാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ലോങ് വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സാമ്പാറല്ല കേട്ടോ, ഇവിടുത്തുകാരുടെ ലോക്കി ചനാദാലാണ്. പ്ലേറ്റിൽ എല്ലാം കൂടി ഇവർ ഇത് വിളമ്പിട്ട് താലി എന്ന് പറയട്ടോ. അവരുടെ മാവ് കണ്ടോ കുഴച്ച് വെച്ചേക്കുന്നത്, ഇത് കീറാണ്. പിന്നെ മസാല ബോക്സ് അത് ഞാൻ നേരത്തെ തുറന്നു കാണിച്ചില്ലേ, നമ്മളെ പോലെ തന്നെ. പിന്നെ ഇതെന്താണെന്ന് അറിയാമോ, നെല്ലിക്ക അച്ചാറിട്ട് വെച്ചേക്കുന്നതാണെന്ന് വിചാരിക്കുവാണെങ്കിൽ തെറ്റി. അതാണ് തിണ്ട എന്ന് പറയുന്നത്. നമ്മുടെ പാൽപ്പായസം പോലെ ഇവിടെ കീറെന്ന് പറയും, നല്ല ടേസ്റ്റ് ആണ്. വഴുതനങ്ങ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണ്. ഇവിടുത്തെ റൊട്ടി ഉണ്ടാക്കുന്നതാണ് സ്പെഷ്യൽ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെയേ അല്ല, ഇവർ പുൽക്കയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. അവർ ഉണ്ടാക്കിയതിന് ശേഷം അത് വെച്ചിട്ട് നെയ്യ് ഇങ്ങനെ തേക്കുന്നതും അത് കഴിക്കുന്നതും ചൂടോടെ കഴിക്കുന്നതാണ് അത് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതേ ഉണ്ടാക്കുന്നതുണ്ടോ. ആദ്യം അത് പുൽക്ക പോലെ ചുട്ടെടുത്തിട്ട്, നെയ്യില്ലാത്തൊരു ഭക്ഷണം ഇവർക്ക് ഇല്ലല്ലോ, ഗ്യാസിൽ തന്നെയാണ്. പണ്ടൊക്കെ ചൂടയിൽ അടുപ്പ് പോലെ അതിനകത്തായിരുന്നു. ഇപ്പം പിന്നെ ഗ്യാസ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവർക്ക് ഫാസ്റ്റായിട്ട് എത്ര എണ്ണം ചുട്ടെടുക്കുമെന്ന് അറിയാമോ. നമുക്ക് അത്ര നമുക്ക് ഫാസ്റ്റാ പറ്റില്ല. ചായ കുടിക്കാൻ കൂടെ കൊണ്ടുവന്നതാണ്. ഇതെന്തൊക്കെയാണ് ചോദിക്കരുത്, കടലമാവിൻ്റെയോ മൈദാമാവിൻ്റെയോ, കൂടുതലും കടലമാവിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. സ്വീറ്റ്സും നംകീൻ എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങൾ കാണും. ചായയുടെ കൂടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഇതൊക്കെയാണ് ബോൺസായി രീതിയിൽ കുറേ ചെടികൾ ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇട്ടാവട്ട സ്ഥലത്ത് ഇത്രയും വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതിശയം കേട്ടോ. ഇത് വർഷങ്ങളായി ഇവർ കൈമാറി വന്ന ഇവരുടെ തറവാട് വീടാണ്. ഇതെന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ, നമ്മുടെ മുരിങ്ങയില ഉണക്കി വെച്ചേക്കും. ഇത് ഇവർ പൊടിയാക്കിയിട്ട് ചപ്പാത്തി മാവിലൊക്കെ ചേർത്തിട്ട് ഡയബറ്റീസിനൊക്കെ നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഗാർഡൻ നോക്കിയേ, ഇത് 3 നില കേട്ടോ. മുകളിൽ 2 അവർ റെന്റിന് കൊടുത്തേക്കോ. താഴെയാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്ന ഓണറാണ്. അവരുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. ബർത്ത്ഡേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അകത്ത് ഇങ്ങനെ കയറാൻ, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്, കൈമാറി വന്നതാണ്. ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും. പുറകിൽ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളും കൊട്ടീസ് എന്ന് പറയും ഇവരിവിടെ. ഉള്ള സ്ഥലത്തെല്ലാം ചെടി വെച്ചിട്ടുണ്ട്. തുളസിയും ശംഖുപുഷ്പവും പേരാലി വരക് ബോൺസായി രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നീലയമരി, എന്തൊക്കെയോ ചെടികളുണ്ട്. മൊത്തത്തിൽ കറങ്ങി നടന്നു. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ.